ഇന്ന് നമ്മുടെ ശിഖാക്കുട്ടീൻ്റെ തേർഡ് ബർത്ത്ഡേ ആണ് കേട്ടോ. ദേ ഈ വാളിലാണ് നമ്മൾ ഡെക്കറേഷൻ പണിയൊക്കെ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് തുടങ്ങിയാലോ. ഈ ബർത്ത്ഡേക്ക് കുറച്ച് ക്രിയേറ്റിവിറ്റിയും പിന്നെ കുറച്ച് അടിച്ചു മാറ്റൽ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയായിരുന്നു. നമ്മൾ മേടിച്ച സാധനങ്ങളാട്ടോ. ദേ ഈ സാധനം കൊണ്ടാണ് നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അതേപോലെ എൻ്റെ ക്രിയേറ്റിവിറ്റി ഉണ്ട് കേട്ടോ ഇന്ന് കുറച്ച് ഡെക്കറേഷൻ പരിപാടിയിൽ. എന്താണെന്നല്ലേ, ദേ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഞാൻ തനിയെ ഉണ്ടാക്കിയതാട്ടോ ശിഖൻ്റെ ബർത്ത്ഡേ ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഡെക്കറേഷൻ ഐറ്റംസ് മേടിച്ചപ്പോൾ എന്തോ എനിക്ക് കുറച്ച് കുറവുള്ള പോലെ തോന്നി. എന്നാൽ പിന്നെ ഞാനും കൂടെ എഫേർട്ട് ഇട്ടാലോ എന്ന് വെച്ചു. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഐറ്റമാണ് ആദ്യമായിട്ടും ഡെക്കറേഷനായിട്ട് വെക്കുന്നത്. പ്ലാനർ ഞാനാണെങ്കിലും എക്സിക്യൂട്ടർ ഏട്ടനാട്ടോ. സംഭവം ഒട്ടിക്കാനൊക്കെ അത്യാവശ്യം ഹൈറ്റ് വേണം. സോ ആളാണ് എക്സിക്യൂട്ടർ. ഈ ബർത്ത്ഡേക്ക് ഒരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ പറയാം. ഇപ്പം നമുക്ക് ഡെക്കറേഷൻ. നമ്മൾ മേടിച്ച സാധനത്തിൻ്റെ കൂടെ നല്ല ഭംഗിയുള്ള കളർ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോ സെക്കൻഡ് നമ്മൾ അതും കൂടെ ഒട്ടിച്ചെടുത്തു. അതും കൂടെ ഒട്ടിച്ച ശേഷമാണ് എൻ്റെ ഐറ്റംസ് എവിടെ വെക്കണം എങ്ങനെ വെക്കണം എന്നൊന്ന് പ്ലാൻ ഇടാന്ന് വെച്ചത്. ഇനി നമുക്ക് നേരെ അടുത്ത പരിപാടി. എൻ്റെ ഐറ്റംസുകളെല്ലാം നിരത്തി ഒരു 2 ലൈൻസ് ആക്കി ഞങ്ങൾ വെച്ചു. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫ്ലവേഴ്സ്, ആ ഫ്ലവേഴ്സ് അതിൻ്റെ മേലെയായിട്ട് ഒരു ആർട്ട് ഷേപ്പ് ഉണ്ടാക്കി. സംഭവം എല്ലാം കൊള്ളായിരുന്നു. അതിൻ്റെ കൂടെ കിട്ടിയ കുറച്ച് കളർ പേപ്പേഴ്സും കൂടെ ആഡ് ചെയ്ത് സംഭവം സെറ്റാക്കി കേട്ടോ. അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ പരിപാടി കഴിഞ്ഞു കേട്ടോ. ആണോ? ആണോ? പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടെ? ആണോ? ബർത്ത്ഡേ ഗേൾ റെഡി ആയിട്ടോ. സോ കേക്ക് മുറിക്കാം. പണിയെടുക്കണ്ടല്ലേ? ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക്. 3 നമ്പർ കേക്ക്. അവളുടെ ഡ്രസ്സിന്റെ കളറിൽ തന്നെ നമ്മൾ ചെയ്യിച്ചു കേട്ടോ. സംഭവം കൊള്ളാല്ലേ? ഇനിയിപ്പോൾ കേക്ക് കട്ട് ചെയ്താലോ? Happy birthday to you. Happy birthday to you. Happy birthday dear Shika. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. ഇഷ്ടമായോ? എവിടേക്ക് നോക്കിട്ട് ഹായ് പറഞ്ഞേ. ഹലോ ഹായ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് നമുക്ക് ഓപ്പൺ പിന്നെ ചെയ്യാം. ചികനെന്താ? ചികന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. അച്ഛൻ ഒരു ന്യൂ ഗിഫ്റ്റും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ഗിഫ്റ്റ്? റിയൽ പോലെ തോന്നുന്നുണ്ട്. ചേച്ചി കാറ്റ് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞില്ലേ? ഇന്നലെ ചോദിച്ചപ്പോ അതാ നോക്കിയോ. റിയൽ അല്ല, അതാ നോക്കിയോ. എങ്ങനെയുണ്ട് ശിഖ? ടോയാണ് ശിഖ. റിയൽ കാറ്റ്സ്. റിയൽ കാറ്റ്സ്. ഹായ് ശിഖ. ഹായ് ശിഖ. കിട്ടിയില്ല. കിട്ടി. ഹാപ്പി ആയോ? ബർത്ത്ഡേ ഗിഫ്റ്റ് ഇഷ്ടമായോ? എങ്ങനെയുണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റ്? എങ്ങനെയുണ്ട്? ഈ ബർത്ത്ഡേക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്താണെന്നറിയാവോ? ഫസ്റ്റ് ബർത്ത്ഡേക്കും സെക്കൻഡ് ബർത്ത്ഡേക്കും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ അവളുടെ അച്ഛനുണ്ടായിരുന്നില്ല. ഈ ബർത്ത്ഡേക്ക്, തേർഡ് ബർത്ത്ഡേക്ക് ആരുമില്ല. പക്ഷേ അവളുടെ അച്ഛനുണ്ടായിരുന്നു. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അവൾ ഹാപ്പി ആയിരുന്നു, ഞാനും ഹാപ്പി ആയിരുന്നു. ബർത്ത്ഡേ ഒക്കെ നമ്മൾ അടിച്ചു പൊളിച്ചായിരുന്നു.
കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റും ഒക്കെ ഷിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഷിക്കയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ ടാറ്റാ ബൈ ബൈ.